എത്ര വലിയ നേട്ടമാണ് കൊച്ചി മെട്രോ? സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതി കൊച്ചി മെട്രോ പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യും. കലൂർ സ്റ്റേഡിയത്തിൽ രാവിലെ 11 മണിക്ക് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് ചടങ്ങുകൾ. ഇ ശ്രീധരനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉദ്ഘാടന വേദിയിലുണ്ടാകും. മലയാളത്തിന്റെ അഭിമാനമായി കൊച്ചി മെട്രോ പാളത്തിലൂടെ ഓടാൻ ഇനി മണിക്കൂറുകൾ മാത്രം. 2013 പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് തറക്കല്ലിട്ട പദ്ധതി 4 വർഷങ്ങൾക്ക് ശേഷം ആലുവ മുതൽ പാലാരിവട്ടം വരെയുള്ള 13 കിലോമീറ്റർ ദൂരത്തിലാണ് യാത്രാ സർവീസ് ആരംഭിക്കുന്നത്. നാളെ രാവിലെ 10:15 നേവിയുടെ വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലാരിവട്ടത്ത് മെട്രോ ട്രെയിനിൽ സഞ്ചരിച്ചതിനു ശേഷമാണ് ഉദ്ഘാടന വേദിയിൽ എത്തുക. കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ വേദിയിൽ മെട്രോമാൻ ഇ ശ്രീധരൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, സ്ഥലം MLA PT തോമസ് എന്നിവർക്ക് ഇരിപ്പിടം നിഷേധിച്ചത് വിവാദമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടിയന്തരമായി ഇടപെട്ടതിനെ തുടർന്ന് രമേശ് ചെന്നിത്തലയെയും ഇ ശ്രീധരനെയും വേദിയിലിരുത്താൻ അനുമതി നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ് ഉത്സവമാക്കി മാറ്റാനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പൂർത്തിയായി. വൈദ്യുത ദീപങ്ങൾ കൊണ്ട് മെട്രോ സ്റ്റേഷനുകളും മറ്റും അലങ്കരിച്ചു. റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂടി പങ്കാളിത്തത്തോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. 2004 ആകാശപാതയ്ക്കായി വിശദമായ പദ്ധതി രേഖ തയ്യാറാകുന്നത്. 2006 നിർമ്മാണം തുടങ്ങിയ പദ്ധതി 2011 പ്രവർത്തനം തുടങ്ങാനായിരുന്നു തീരുമാനമെങ്കിലും പലവിധ കാരണങ്ങളാൽ നീണ്ടുപോയി. തുടർന്ന് 2013 നിർമ്മാണം ആരംഭിച്ചു. ഇ ശ്രീധരൻ മുഖ്യോപദേഷ്ടാവായ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനായിരുന്നു നിർമ്മാണ ചുമതല. 5182 കോടി രൂപ ചെലവിൽ ആലുവ മുതൽ പേട്ട വരെ 25 കിലോമീറ്റർ ദൂരം 4 വർഷം കൊണ്ട് പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യവുമായാണ് നിർമ്മാണം തുടങ്ങിയതെങ്കിലും 13 കിലോമീറ്റർ ദൂരത്തിലാണ് യാത്രാ സർവീസ് ആരംഭിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് മലയാളി ഒരുമിച്ച് കണ്ട സ്വപ്ന പദ്ധതി വിവാദങ്ങളും വിമർശനങ്ങളും ബാക്കിയാക്കി കൊച്ചി മെട്രോ കൊച്ചി നഗരത്തിനു മുകളിലൂടെ കുതിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. കൊച്ചി നഗരത്തിന്റെ വികസനത്തിൽ മെട്രോ ഒരു നാഴികക്കല്ലായേക്കുമോ എന്ന് ഇനി കാത്തിരുന്നു കാണാം. ക്യാമറാമാൻ ഷിജോ M. ജെയിംസിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 കൊച്ചി. കൊച്ചി മെട്രോ ഉദ്ഘാടന ചടങ്ങിനായി കനത്ത സുരക്ഷയാണ് നഗരത്തിലെമ്പാടും ക്രമീകരിച്ചിരിക്കുന്നത്. കേരള പോലീസിനും SPG ഉൾപ്പെടെയുള്ള കേന്ദ്ര സുരക്ഷാ ഏജൻസികൾക്കുമാണ് സുരക്ഷാ ചുമതല. സ്വപ്ന പദ്ധതിയായ കൊച്ചി മെട്രോ റെയിലിന്റെ ചൂളം വിളികൾക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കനത്ത സുരക്ഷയ്ക്ക് നടുവിലാണ് കൊച്ചി നഗരം. 2000-ലധികം പോലീസുകാരെയാണ് നഗരസുരക്ഷയ്ക്ക് മാത്രം നിയോഗിച്ചിരിക്കുന്നത്. കലൂരിൽ സജ്ജീകരിച്ച ഉദ്ഘാടന വേദിയുടെ സുരക്ഷാ ചുമതല കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ ഏറ്റെടുത്തു. വേദിയുടെ ചുമതല പൂർണ്ണമായും SPGക്ക് മാത്രമാകും. 3500 പേർക്കിരിക്കാനുള്ള സൌകര്യമാണ് ഉദ്ഘാടന സദസ്സിൽ ഒരുക്കിയിരിക്കുന്നത്. കർശന സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാകും പ്രവേശനം. നേരത്തെ തന്നെ സദസ്സിൽ പ്രവേശിക്കാനാണ് സംഘാടകരുടെ നിർദ്ദേശം. സംസ്ഥാന പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് കൊച്ചി നഗരത്തിലെ സുരക്ഷ. DIGയുടെ മേൽനോട്ടത്തിൽ പോലീസും SPGയും ഉദ്ഘാടന വേദിയുടെ സുരക്ഷ കൈകാര്യം ചെയ്യും. നേവൽ ബേസ് മുതൽ നെടുമ്പാശ്ശേരി വരെ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ കൊച്ചി മെട്രോ രാജ്യത്തിന് സമർപ്പിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഉദ്ഘാടന ചടങ്ങിന്റെ അവസാനവട്ട ക്രമീകരണങ്ങളിലാണ് കൊച്ചി മെട്രോയും അധികൃതരും. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ ഷിജോ M. ജെയിംസിനൊപ്പം ശ്യാം ദേവരാജ്, ന്യൂസ് 18. മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ശ്രീ KV തോമസ് കൊച്ചിയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. മന്ത്രി ശ്രീ മാത്യു T. തോമസ് ഈ ചർച്ചയിൽ ചേരും. മാധ്യമപ്രവർത്തകനായ ശ്രീ TC രാജേഷ് എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിലുണ്ട്. ശ്രീ ഹരീഷ് വാസുദേവനെ ടെലിഫോണിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം ശ്രീ KV തോമസ്, നാളെ മണിക്കൂറുകൾക്ക് മാത്രം ബാക്കിയാണ് ഉദ്ഘാടനത്തിന്. പ്രധാനമന്ത്രി എത്തും, ഉദ്ഘാടനം നടക്കും. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചയ്ക്കുള്ള സമയമാണ്. കേരളത്തിൽ വലിയ കാര്യങ്ങളൊന്നും നടക്കുകയില്ല എന്ന് പലതരത്തിലുള്ള ചീത്തപ്പേരുകൾ പല ഭാഗങ്ങളിൽ നിന്ന് ഉള്ള ഇടമാണ്. നമുക്ക് വലിയ അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്, വിമാനത്താവളങ്ങളുണ്ട്, അത്തരം കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ആ ഒരു പേര് നിൽക്കുന്നു എന്നാണ് പ്രചാരണം, അല്ലെങ്കിൽ അങ്ങനെയൊരു സംഭവമുണ്ട്. കൊച്ചി മെട്രോ പക്ഷേ ആ നിലയിൽ നിന്ന് കാര്യങ്ങളെ മാറ്റിയതായിട്ട് തെളിയിക്കുന്ന ഒരു പ്രൊജക്റ്റ് കൂടെ ആയിരിക്കും എന്ന് ഇതിനകം തന്നെ ആളുകൾ പറയുന്നുണ്ട്. ഏത് നിലക്ക് എത്രക്ക് പ്രധാനപ്പെട്ടതാണ് കൊച്ചി മെട്രോ? നമുക്ക് കൊച്ചി മെട്രോ ഈ രാജ്യത്തിലെ മറ്റ് മെട്രോകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇത് ഒരു ട്രെയിൻ ഗതാഗതം മാത്രമല്ല, ഇത് ട്രെയിൻ യാത്രയുണ്ട്, ബസ് യാത്രയുണ്ട്, അതോടൊപ്പം വാട്ടർ മെട്രോയുണ്ട്. അപ്പോൾ ഒരു ടിക്കറ്റ് എടുത്താൽ ഈ ബസ്സിൽ യാത്ര ചെയ്യാം, അതേ ടിക്കറ്റ് ഉപയോഗിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യാം, അതേ ടിക്കറ്റ് ഉപയോഗിച്ച് ബോട്ടിൽ യാത്ര ചെയ്യാൻ പറ്റും. മാത്രമല്ല വാട്ടർ മെട്രോയുടെ പ്രവർത്തനങ്ങൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. മറ്റൊന്നുള്ളത്, ഇത് കൊച്ചി നഗരത്തിൽ മാത്രം ഒതുങ്ങുന്നൊരു മെട്രോയല്ല. ആദ്യഘട്ടം തന്നെ ആലുവയിൽ നിന്ന് ആരംഭിച്ച് തൃപ്പൂണിത്തുറയിലാണ് തീരേണ്ടത്.
തൃപ്പൂണിത്തുറ തീരുന്നതോട് ഇതൊരു വയബിൾ പ്രോജക്റ്റായി തീരും. പിന്നീട് പോകേണ്ടത് സ്മാർട്ട് സിറ്റി ഉള്ള കാക്കനാട്ടേക്കാണ്, അതിനുശേഷം പശ്ചിമ കൊച്ചിയിലേക്ക്, വൈപ്പിനിലേക്ക്, അതോടൊപ്പം തന്നെ ഇത് അങ്കമാലിയിലേക്കും മറ്റു പ്രദേശങ്ങളിലുമൊക്കെ വികസിക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള വലിയൊരു പ്രോജക്റ്റിൻ്റെ ഒരു ചെറിയ തുടക്കം, പക്ഷേ ആഹ്ലാദകരമായ തുടക്കമാണ്. വളരെ വർഷങ്ങൾക്ക് ശേഷം കാത്തിരുന്നതിന് ശേഷം അഭിമാനകരമായ വേഗതയിൽ ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നോളജി, ഇത് പൈലറ്റ്ലെസ് ട്രെയിനാണിത്, ഒരു കേന്ദ്രത്തിലിരുന്നു കൊണ്ട് ഇതെല്ലാം നിയന്ത്രിക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം, കേരളത്തെക്കുറിച്ച് പറയുന്നത് ഇവിടെ തൊഴിൽ കുഴപ്പമൊന്നും ശരിയല്ല. 25,000 കോടി രൂപയുടെ വികസന പദ്ധതി കൊച്ചിൻ റിഫൈനറിയിൽ ഒരു ദിവസത്തെ മാത്രമേ പണിമുടക്കുണ്ടായിട്ടുള്ളൂ. 30,000 തൊഴിലാളികൾ പണിയെടുത്തു കഴിഞ്ഞ 5 വർഷക്കാലം. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ തൊഴിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന സംസ്ഥാനമാണ് കേരളം. വൻകിട പദ്ധതികൾ നടപ്പിലാക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് നമ്മളത് നിരാശപ്പെടേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ടും കേരളമാണ്. തൊഴിലാളികൾ അവിടെ അവകാശങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ട്, മാധ്യമങ്ങൾ കുറേ കൂടി ശബ്ദം കൂട്ടാറുണ്ട്. എങ്കിൽ പോലും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കൊച്ചിൻ മെട്രോ കാണാൻ കഴിയും. ഞാൻ തിരിച്ചു വരാം. ശ്രീ മാത്യു ടി തോമസ്, വളരെ അഭിമാനകരമായ ഒരു സാഹചര്യമാണ്. എല്ലായിടത്തും സന്തോഷത്തിൻ്റെ ശബ്ദങ്ങൾ മാത്രമേ ഉള്ളൂ. മാധ്യമങ്ങൾ വലിയ തോതിൽ ആഘോഷിക്കുകയാണ്. കൊച്ചി നഗരം നാളെ ഉദ്ഘാടനത്തിനായി ഒരുങ്ങുകയുമാണ്. നോക്കൂ, നമ്മുടെ ഗതാഗത സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഒരു സംസ്ഥാനത്തെ മൊത്തത്തിലുള്ള ഗതാഗത സംവിധാനങ്ങളുടെ സൗകര്യം കൂടുതൽ ഉണ്ടാകുന്ന ഭാവിയെക്കുറിച്ചുള്ള എന്ത് തെളിവുകളാണ് കൊച്ചി മെട്രോ നൽകുന്നത്? ആത്യന്തികമായിട്ട് ഇതൊരു 13 കിലോമീറ്റർ നീളം മാത്രമുള്ള ഒരു പാതയും അതിലെ വാഹനവുമാണ്. അങ്ങനെ ഇരിക്കെ ഏത് നിലക്കാണിത് നമ്മുടെ ഗതാഗത കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവെപ്പായി മാറുന്നത്? കൊച്ചി നഗരത്തിൽ കുറെ നാളുകളായി അനുഭവപ്പെടുന്ന അഭൂതപൂർവമായ ഗതാഗത കുരുക്കിന് വലിയ തോതിൽ പരിഹാരമുണ്ടാക്കാൻ ഈ മെട്രോയിലൂടെ സാധിക്കുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. കൊച്ചി മെട്രോയുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ പൊതുഗതാഗത സമ്പ്രദായത്തെ ശക്തിപ്പെടുത്തി വ്യക്തിഗത വാഹനങ്ങൾ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വളർച്ചയുണ്ടാവുകയുള്ളൂ. നിരത്തുകളിൽ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും അന്തരീക്ഷത്തിലേക്ക് വിഷവാതകം കടത്തിവിടുകയും ചെയ്തുകൊണ്ട് പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ അടക്കം ഉയർത്തുന്നതിന് പ്രധാന കാരണം നമ്മുടെ പൊതുഗതാഗത സമ്പ്രദായം വേണ്ടത്ര രീതിയിൽ ശക്തിപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. കൊച്ചിക്ക് വേറെ വലിയ സാധ്യതയാണ് ഉൾനാടൻ ജലഗതാഗതത്തെ സംബന്ധിച്ചുള്ളത്. ഒരുപക്ഷെ മെട്രോ, റെയിൽ പോലെയോ അതിനേക്കാൾ ഉപരിയായോ ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കാൻ കഴിയുന്ന അധികം ശ്രദ്ധിക്കാത്തൊരു മേഖലയാണ് ഉൾനാടൻ ജലഗതാഗതം. നമുക്ക് ഇപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്ന ജലപാത, അതിനുവേണ്ടി ഒരു പ്രത്യേക SPV രൂപീകരിക്കാൻ വേണ്ടി മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്ന ഒരു ആശയം, എല്ലാവരും എവിടേക്ക് പോകണമെങ്കിലും അവരുടെ കാറെടുത്ത് ഒരു കുടുംബത്തിൽ തന്നെ 4-5 വാഹനങ്ങൾ നമ്മുടെ ഈ ഇന്നത്തെ ഒരു രീതി അവസാനിപ്പിക്കേണ്ടത് വലിയൊരു ആവശ്യമാകുന്നു. വാഹന അപകടങ്ങൾ റോഡുകളിലെ കുറയ്ക്കുന്ന അടക്കം, ഇന്ധനത്തിന്റെ ഉപയോഗം പരിമിതപ്പെടുത്തുന്ന അടക്കം, അത്തരം വിശാലമായ ലക്ഷ്യങ്ങൾക്ക് ഉള്ള ഒരു തുടക്കം എന്ന നിലക്ക് തന്നെ പോസിറ്റീവായിട്ട് കാണുമ്പോഴും ശ്രീ മാത്യു ടി തോമസ്, ഈ കൊച്ചി മെട്രോ യഥാർത്ഥത്തിൽ കൊച്ചിയിൽ ഇപ്പോഴുള്ള തിരക്കുകളെ വർദ്ധിപ്പിക്കാനാണ് ഉതകുക എന്ന ആക്ഷേപം പല ഭാഗങ്ങളിൽ നിന്നും, ആക്ഷേപമല്ല, അങ്ങനെ ഒരു സംശയം കൂടെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക്, ആദ്യഘട്ടം ഇത്ര കിലോമീറ്റർ വേണമെന്ന് ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല. അതിൻ്റെ പകുതി മാത്രമേ നാളെ മുതൽ ഓടിത്തുടങ്ങുകയുള്ളൂ. അത് നിലവിലുണ്ടായിരുന്നതിനേക്കാൾ വലിയ ഒരു തിരക്കിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകും എന്ന് വരുമ്പോൾ കൊച്ചി മെട്രോയുടെ പേരിൽ ഇപ്പോഴുള്ള ഈ സന്തോഷം ആ നഗരത്തിനകത്ത് ഇല്ലാതാകാനും അതിടയാക്കുകയില്ലേ? അദ്ദേഹം ടെലിഫോണിൽ വിച്ഛേദമുണ്ടായിട്ടുണ്ട്. തിരിച്ചു വരാം അദ്ദേഹത്തിലേക്ക്. ശ്രീ KV തോമസ്, ആ ചോദ്യം, നമ്മൾ പോസിറ്റീവായിട്ട് ഈ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ തന്നെയും നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടല്ല നമ്മളിപ്പോൾ ആദ്യഘട്ട ഉദ്ഘാടനം നാളെ നടന്നത്. അതിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ. പാലാരിവട്ടത്ത് ചെന്നിറങ്ങുമ്പോൾ അവിടെ വലിയ തോതിലുള്ള ഗതാഗത കുരുക്ക് രൂപപ്പെടാം എന്ന് സംശയിക്കുന്ന ആളുകളുണ്ട്. കൊച്ചി മെട്രോ എന്നത് സന്തോഷം നിറഞ്ഞൊരു അനുഭവമാണ് എന്ന് ഇന്നും നാളെയും വരെ കരുതുന്ന ജനം ഇതിൻ്റെ ബുദ്ധിമുട്ടുകളാൽ വലഞ്ഞ് ഇതോട് എതിർപ്പുണ്ടാകുന്ന മാനസികാവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യം ഈ ഗതാഗത കുരുക്ക് കൊണ്ടുണ്ടാകുമോ? നമ്മൾ നിരാശപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം മഹാരാജാസ് കോളേജ് വരെയുള്ള സെക്ടർ ഈ ആഗസ്റ്റ് മാസത്തോടുകൂടി പൂർത്തീകരിക്കാൻ കഴിയും, കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് ശ്രീധരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്.
അതിൻ്റെ അടുത്ത സെക്ടറാണ് തൃപ്പൂണിത്തറ. പിന്നെ ഈ പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ തന്നെ പല ആളുകൾ ഇതിന് വേണോ, കൊച്ചിക്ക് ഇത് നടക്കുമോ? ഉദാഹരണമായിട്ട് നോർത്ത് ഓർബിറ്റ് പുതുക്കി പണിതപ്പോൾ ഇത് നടക്കണ കാര്യമാണോ എന്ന് പറഞ്ഞു. പക്ഷേ കൊച്ചിയിലെ ഈ പ്രവർത്തനങ്ങളൊക്കെ വളരെ സ്മൂത്തായി ഒരു ട്രാഫിക് പ്രശ്നങ്ങളും ഇല്ലാതെ തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ജനങ്ങളുടെ കൂടി സഹകരണം കൂടി ഉണ്ടായത്. അതുകൊണ്ട് തീർച്ചയായും നമ്മളൊരു നിരാശ കാണേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോൾ പാലാരിവട്ടം വരെയായി അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് മുന്നോട്ട് പോകും. മാത്രമല്ല നമ്മുടെ മെട്രോ എന്നത് ഏറ്റവും ആധുനികമായ മെട്രോയാണ്. ഇത് ഈ രാജ്യത്ത് ഒരു സ്ഥലത്തും അതുപോലെ ആധുനിക സജ്ജീകരണ മെട്രോ ഇല്ല. ഇതൊക്കെ നമ്മുടെ നേട്ടങ്ങളല്ലേ. പിന്നെ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. മാത്രമല്ല ജനങ്ങളുടെ സഹകരണം, നല്ല സഹകരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം. അതുമാത്രം മെട്രോ കൊണ്ട് മാത്രം കൊച്ചിയിലെ ഗതാഗതക്കുരുക്ക് നീങ്ങുന്ന ആരും അവകാശപ്പെട്ടില്ല. മെട്രോയുടെ അനുബന്ധമായി വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പുതിയ പാലങ്ങൾ വരണം, ROBകൾ വരണം, വാട്ടർ മെട്രോ വരണം, നമ്മുടെ റോഡ് ട്രാൻസ്പോർട്ട് മെച്ചപ്പെടുത്തണം. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ട് ഒരു ഭീതി ഉണ്ടാകേണ്ട കാര്യമില്ല, നിരാശ ഉണ്ടാകേണ്ട കാര്യമില്ല. ഇതൊരു നല്ല തുടക്കമാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ TC രാജേഷ്, ഏറ്റവും ആധുനികമായ ഗതാഗത സംവിധാനമാണ് ഈ പറഞ്ഞതുപോലെ. നമ്മൾ നേരത്തെ നിശ്ചയിച്ചിരുന്നതും പകുതി മാത്രമേ ഓടുന്നുള്ളൂവെങ്കിൽ തന്നെയും അതിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഈ പറയുന്ന പാരിസ്ഥിതികമായിട്ടുള്ള അനുകൂല ഘടകങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ നഗരങ്ങളിലേതുപോലെ വലിയ ആൾക്കൂട്ടവും തിരക്കും നിറഞ്ഞൊരു സ്ഥലത്ത് പൊതുഗതാഗത സംവിധാനത്തിന് കൂടുതൽ ഇടമുണ്ടാക്കുക, അത് ഉപയോഗിക്കാനായിട്ട് ആളുകളെ പ്രേരിപ്പിക്കുക, അത് വളരെ ആധുനികമായിരിക്കുന്നത് ആവുകയും ചെയ്യുക. ആ നിലക്കൊക്കെ കൊച്ചിക്ക് ഗുണകരമായുള്ള കാര്യങ്ങളല്ലേ? പക്ഷേ അപ്പോൾ തന്നെയും നമ്മൾ സംശയങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് അത് ഉയരുക? കൊച്ചി മെട്രോ എന്ന് പറയുമ്പോൾ അതിനെ കൊച്ചിയെ ഒരു മെട്രോ നഗരം എന്ന രീതിയിൽ കേരളത്തിന് പുറത്തേക്കും ഇന്ത്യക്ക് പുറത്തേക്കും അടയാളപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഐക്കണായി വേണം ഇപ്പോൾ കരുതാനെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ കൊച്ചി നേരിടുന്ന ഒരു ഗതാഗത പ്രശ്നത്തിന്, ഗതാഗത കുരുക്കിന് മെട്രോ പരിഹാരമുണ്ടാക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഇത് കൊച്ചിയുടെ മാത്രം പ്രശ്നമല്ല. കേരളത്തിലെ മിക്കവാറും പ്രധാനപ്പെട്ട നഗരങ്ങൾ, തിരുവനന്തപുരത്തായാലും കോഴിക്കോടായാലും അനുദിനം വാഹനങ്ങളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്, യാത്ര ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇത്തരത്തിലുള്ള എല്ലാ നഗരങ്ങളിലെയും ഈ ഗതാഗത കുരുക്കുകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ സമഗ്രമായ ഒരു പദ്ധതിയാണ് നമുക്ക് ആവശ്യം. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ മെട്രോയുടെ ചുവട് പിടിച്ച് മോണോ റെയിൽ പോലുള്ള പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള ആലോചനകൾ നടന്നു വരുന്നുണ്ട്. പക്ഷേ ഇത് എത്രമാത്രം വിജയിക്കും? ഈ മെട്രോ എന്ന് പറഞ്ഞ് ഇപ്പോൾ നിലവിൽ 25 കിലോമീറ്ററോളമാണ് മെട്രോയുടെ ആകെ ദൈർഘ്യം പറയുന്നത്. അതിൽ 13 കിലോമീറ്ററോളമാണ് ഇപ്പോൾ ആലുവ തൊട്ട് പാലാരിവട്ടം വരെ പൂർത്തിയാക്കിയിരിക്കുന്നത്. ബാക്കി തീരാൻ ഏതാണ്ട് 2.5 വർഷം കൂടി എടുക്കും എന്നാണ് ശ്രീധരൻ പോലും പറയുന്നത്. അതെന്തുമായിക്കൊള്ളട്ടെ, പക്ഷെ നമ്മുടെ ആളുകൾ ഏത് രീതിയിൽ ഇതിനെ കാണുന്നു, സമീപിക്കുന്നു, ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇതിനകത്തൊരു വലിയ ഘടകമാണ്. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള നമ്മുടെ നഗരപ്രദേശങ്ങളിൽ ലോ ഫ്ലോർ എയർ കണ്ടീഷൻ ബസ്സുകൾ ആരംഭിച്ചിരുന്നു. അത് ആരംഭിച്ചപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റും ഇത് തന്നെയാണ്. നഗരത്തിനുള്ളിലെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി ആളുകളെ ഈ എയർ കണ്ടീഷൻ ചെയ്ത ബസ്സുകളിൽ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുക. അപ്പോൾ ഈ ബസ് തുടങ്ങുന്നിടത്ത് തന്നെ പുറത്തുനിന്നൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ അവരുടെ സ്വന്തം വാഹനത്തിൽ ഈ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് വരിക, എന്നിട്ട് നഗരത്തിനുള്ളിൽ അവർ ഈ ബസ്സിനുള്ളിൽ സഞ്ചരിക്കട്ടെ എന്നൊരു സങ്കല്പമാണ് കൊണ്ടുവന്നത്. പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രയോജനം ഗതാഗത കുരുക്കിൻ്റെ കാര്യത്തിൽ ഉണ്ടായി എന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല അവസാനം ഈ ബസ്സുകളൊക്കെ ലാഭകരമാകാൻ വേണ്ടി ദീർഘദൂര സർവീസുകളായി മാറ്റേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മൾ പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഒരുപക്ഷെ മെട്രോ പോലും, മെട്രോയിൽ തുടക്കത്തിൽ നല്ല തിരക്കുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ലുലു മാൾ വന്നപ്പോൾ ആളുകളൊക്കെ അതിനെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി കണ്ട് അവിടെ കാണാൻ പോകുന്നത് പോലെ തന്നെ മെട്രോ ട്രെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, കാരണം കേരളത്തിലത്തെ ആദ്യത്തെ ഒരു സംരംഭമാണ്, അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൊച്ചിയെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി കണ്ടുകൊണ്ട് കൊച്ചിയിലെത്തിയാൽ മെട്രോയിലൊന്ന് യാത്ര ചെയ്യുക കൂടി ചെയ്യാം എന്ന് കരുതി വരുന്ന ആളുകൾ ഉണ്ടാവും. അവർ മെട്രോയിൽ തുടക്കകാലത്ത് വലിയ തോതിലുള്ള തിരക്ക് സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ കൊച്ചിയിലെ സാധാരണക്കാരായ ജനങ്ങളും കൊച്ചിയിൽ നിരന്തരം യാത്ര ചെയ്യുന്നവരും അവരുടെ വാഹനം വിട്ടിറങ്ങി ഏതെങ്കിലും തരത്തിൽ മെട്രോയിൽ കയറി സഞ്ചരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒട്ടേറെ ഘടകങ്ങൾ അതിനകത്തുണ്ട്. പാർക്കിംഗ് ഉൾപ്പെടെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. അതൊന്നും പരിഹരിക്കാതെ മെട്രോ കൊണ്ട് മാത്രം, കാരണം ആലുവയിൽ നിന്ന് ഇപ്പോൾ നിലവിൽ പാലാരിവട്ടം വരെ വരാൻ പറ്റുള്ളൂ. ആലുവയിൽ നിന്ന് MG റോഡ് വരെയാണ് ഇതിൻ്റെ ഒരു ആക്സസ് ഉള്ളത്. നമുക്കറിയാം പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളും, സൗത്ത് റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനും ഒക്കെയുള്ള സൗത്ത്, അതുപോലെ തന്നെ വൈറ്റില ഹബ്ബ്,
അതുപോലെ നമുക്ക് ഏറ്റവും അധികം തിരക്കുള്ള ഒരു റൂട്ട് എന്ന് പറയുന്നത് തേവര തൊട്ട് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഭാഗത്തേക്കുള്ള റൂട്ടാണ്. ബസ് അല്ലാതെ വേറൊരു മാർഗവും അവിടേക്കുള്ള യാത്രക്കാർക്കില്ല. അപ്പോൾ ഈ ഭാഗത്തൊക്കെയുള്ള കുരുക്കുകൾ, ജലഗതാഗത സംവിധാനത്തിന് നമുക്ക് സൗകര്യങ്ങളുണ്ടായിട്ട് അത് നമ്മൾ വികസിപ്പിച്ചിട്ടില്ല. അതൊന്നും ചെയ്യാതെ മെട്രോ എന്ന ഒരു പോയിന്റിൽ മാത്രം കിടന്ന് നമ്മൾ കറങ്ങുമ്പോൾ അതിനെ കൊച്ചിയിലെ ഒരു ഐക്കണാക്കി മാറ്റുക എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പരിഹാരം ഗതാഗത കുരുക്കിനും ഗതാഗത പ്രശ്നങ്ങൾക്കും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, താങ്കൾ കൊച്ചി നഗരവാസിയാണ്, അവിടെ ജോലി ചെയ്യുകയും യാത്ര ചെയ്യാൻ വരികയും ചെയ്യുന്നയാളാണ്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? രാവിലെ 6 മുതൽ രാത്രി 10 വരെയായിട്ട് 10 മിനിറ്റ് ഇടവിട്ട് കൊച്ചിയിൽ ഈ പറഞ്ഞ 13 കിലോമീറ്റർ ആണെങ്കിൽ 13 കിലോമീറ്റർ ഈ ആദ്യഘട്ടത്തിൽ ഈ വാഹനം, നല്ല സൗകര്യങ്ങളുള്ള ഈ വാഹനം ഓടിക്കൊണ്ടിരിക്കും. അത് കൊച്ചി നഗരത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഗുണകരമായിട്ടുള്ള ഇത് തന്നെയല്ലേ? ഒപ്പം ഈ ഇന്നത്തേക്ക് അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലേക്ക് ഇക്കാലത്തേക്ക് ഇത്രക്ക് വലിയ സൗകര്യങ്ങൾ വേണോ എന്ന് സംശയിക്കുമ്പോൾ തന്നെയും ഭാവിയിലേക്കുള്ള ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മളതിനെ കാണേണ്ടതല്ലേ? കൊച്ചിയിൽ ജീവിക്കുകയും കൊച്ചിയിൽ ജോലി ചെയ്യുകയും യാത്ര ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. മാത്രമല്ല, സ്വകാര്യ വാഹനങ്ങൾ ഇല്ലാത്ത കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സ്വകാര്യ വാഹനത്തിൽ വരാൻ ആഗ്രഹിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം കൊച്ചി പോലുള്ള ഒരു നഗരത്തിൽ വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ അത് നിർവഹിക്കുന്നത് പ്രൈവറ്റ് ബസ്സുകളാണ്. എന്നാൽ പ്രൈവറ്റ് ബസ്സുകളെ കൊണ്ട് നമുക്കത് നിർവഹിക്കാൻ ദീർഘകാലത്തേക്ക് കഴിയില്ല എന്ന് നമുക്കറിയാം. കൊച്ചി വളർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വശത്തേക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും മെട്രോ പോലെയുള്ള ഒരു മെട്രോ നഗരമായി വളർന്നുകൊണ്ടിരിക്കുന്ന കൊച്ചിക്ക് പുതിയ കാലത്തിന്റെ ഗതാഗത സംവിധാനങ്ങൾ ആവശ്യമാണ്. നമുക്കറിയാം, ഒരു തറവാട്ടിൽ ഒരു ആന വാങ്ങിക്കുന്നത് പോലെയാണ് ഓരോ മെട്രോ സ്റ്റേഷനുകൾക്ക് അല്ലെങ്കിൽ നഗരങ്ങൾക്കും, ഇന്ത്യയിലെ നഗരങ്ങൾക്ക് മെട്രോ ട്രെയിൻ സംവിധാനം എന്ന് പറയുന്നത്. ഡൽഹിയിൽ ഇത് വന്ന കാലത്ത് ആളുകൾ വലിയ തോതിൽ അതിനെ സ്വീകരിച്ചില്ലെങ്കിലും പിന്നീട് വളരെ പെട്ടെന്ന് ഡൽഹിയിൽ അത് പോപ്പുലറായി മാറി. പക്ഷെ അത്രയും പോപ്പുലാരിറ്റി കൊച്ചിയിൽ കിട്ടുമെന്ന് സംശയമാണ്. കാരണം കൊച്ചിയുടെ ഈ മെട്രോ റെയിലിന്റെ ഫീസിബിലിറ്റി സ്റ്റഡി നോക്കിയാൽ നമുക്കറിയാം ആരെയാണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്ന്. ഇത് കൊച്ചിക്ക് അകത്ത് ജീവിക്കുന്ന, കൊച്ചിക്കകത്ത് ട്രാവൽ ചെയ്യുന്നവരെ ഉദ്ദേശിച്ചിട്ടല്ല. വളരുന്ന കൊച്ചി ഇനി വളരാൻ പോകുന്നത് എയർപോർട്ട് വരെയുള്ള, അങ്കമാലി വരെയുള്ള പ്രദേശങ്ങളിലേക്കാണ്. അതുപോലെ കാക്കനാട്, കിഴക്കോട്ട് കാക്കനാട് ഭാഗത്തേക്ക്, അതുപോലെ തെക്കോട്ട് തൃപ്പൂണിത്തറ വരെയുള്ള ഭാഗത്തേക്ക്. ഈ വളരുന്ന കൊച്ചിക്ക് മാത്രമാണ് ഇനി ആളുകളെ ക്യാരി ചെയ്യാനും അവർക്ക് താമസിക്കാനും, അവർ കൊച്ചിയിൽ വന്ന് രാവിലെ ജോലിക്ക് വന്ന് വൈകുന്നേരം തിരിച്ചു പോകാനും കഴിയുന്ന തരത്തിൽ ഇനി പുതുതായി കൊച്ചിയെ ആശ്രയിക്കാൻ പോകുന്ന ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് ഈ മെട്രോ വിഭാവനം ചെയ്തിരിക്കുന്നത്. അത് അതിന്റെ ഫീസിബിലിറ്റി റിപ്പോർട്ടിൽ തന്നെ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ അൺപാരലൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ആലോചിച്ചാൽ യുക്തിസഹമായി തീർത്തും തെറ്റെന്ന് പറയാവുന്ന ഒരു പ്രോജക്റ്റിന് ഗവൺമെന്റ് സാങ്ഷൻ കൊടുത്തത്. കാരണം കേവലം 25-30 കിലോമീറ്റർ ദൂരത്തേക്ക് ഇത്രയധികം കോടി രൂപ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിന് വേണ്ടി മുടക്കാൻ നമ്മുടെ ഗവൺമെന്റിൽ ഇല്ല. വാസ്തവത്തിൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിനും അത് ഫീസിബിളുമല്ല. പക്ഷെ എന്നിട്ട് പോലും ദീർഘകാലാടിസ്ഥാനത്തിൽ കൊച്ചിയിലേക്ക് ഇനി ജോലിക്ക് വരുന്ന അല്ലെങ്കിൽ വൈകുന്നേരം തിരിച്ചു പോകാൻ കഴിയുന്ന സ്വകാര്യ വാഹനങ്ങളെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് കൊച്ചി നഗരത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, മാസ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമായിട്ട് വളർത്തിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് വാസ്തവത്തിൽ കൊച്ചി മെട്രോ. അങ്ങനെ നോക്കിയാൽ മാത്രമേ കൊച്ചി മെട്രോ വിജയകരമായിരിക്കുള്ളൂ. ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ഇത് സാമ്പത്തികമായി അട്ടർ ഫെയിലിയർ ആയിരിക്കും, വലിയ നഷ്ടമായിരിക്കും. കൊച്ചി മെട്രോ കാരണം ഒരുപക്ഷെ മുടിയനായ പുത്രൻ കാറ് വാങ്ങിച്ചതുപോലെയുള്ള ഒരു അവസ്ഥയായിരിക്കും കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. അത് മാറണമെങ്കിൽ കൊച്ചി മെട്രോയോടനുബന്ധിച്ച് ഇനിയുള്ള ലാൻഡ് ഡെവലപ്മെന്റ് നമ്മൾ പ്ലാൻ ചെയ്യണം. എയർപോർട്ട് മുതൽ ആലുവ തുടങ്ങി കളമശ്ശേരി ദീർഘവീക്ഷണത്തോടെയുള്ള നിലപാടുകൾ വേണം. ഞാൻ തിരിച്ചു വരാം അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, താങ്കൾ അല്പനേരം കൂടെ ഞാൻ ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നു. ശ്രീ KV തോമസ്, ഇപ്പോഴത്തെ സന്തോഷം ഒന്ന് വശത്തേക്ക് മാറ്റിവെച്ച് ആലോചിച്ചാൽ എങ്ങോട്ട് വേണമെങ്കിലും വീണു പോകാവുന്ന ഒന്നാണ് ഈ കൊച്ചി മെട്രോ. ഒന്നുകിൽ അത് വലിയ വിജയമാകാം, ഈ പറയുന്നത് പോലെ ഭാവിയെ മുൻകണ്ടുകൊണ്ട് കൊച്ചി എന്ന് മാത്രമല്ല വികസിക്കുന്ന ആ വലിയ നഗരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന, കൂടുതലായിട്ട് ആളുകൾ വരുന്ന ഭാവിക്ക് വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്. ആ കാലത്ത് അത് വളരെ ഇന്ന് ചെയ്തത് നന്നായി എന്ന് 10-20 കൊല്ലങ്ങൾക്ക് ശേഷം ആളുകൾ ഇന്നത്തെ ഭരണാധികാരികളെ, താങ്കളടക്കമുള്ള ആളുകളെ അഭിനന്ദിക്കുന്ന ഒരു കാര്യമായിട്ട് മാറാം. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വലിയ പരാജയമായിട്ട് ഈ പറയുന്ന മുടക്കിയ മുതൽ ഒട്ടും ആവശ്യമില്ലാത്തിടത്താണ് മുടക്കിയത് എന്ന് പിന്നീട് ആളുകൾ കുറ്റം പറയുന്ന അവസ്ഥയിലേക്ക് പോകാം. രണ്ടുമാകാം, രണ്ടാമത്തേതാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അപ്പോൾ തന്നെയും ഈ ഫീസിബിൾ അല്ല, ഇത് ലാഭകരമായിട്ടുള്ളൊരു സംഗതിയല്ല എന്നതിനെ കണ്ടുകൊണ്ടല്ലാതെ മുന്നോട്ട് പോകുന്നത് ശരിയായിരിക്കുമോ? അതായത് ഇത് ലാഭകരമാകില്ല, യാത്രക്കാരെ കൊണ്ട് ലാഭകരമാകില്ല, മറ്റനുബന്ധ സംഗതികളെ കൊണ്ട് ഇത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കില്ല എന്നൊരു വശത്തെ കണ്ണടച്ച് മാറ്റി നിർത്തിക്കൊണ്ട് പോകുന്നത് ശരിയായിരിക്കുമോ? പല വികസന പദ്ധതികളും ആദ്യം വരുമ്പോൾ സംശയത്തോടെ സ്വാഭാവികമായിട്ടും തോന്നാറുണ്ട്. എൻ്റെ എറണാകുളത്തിൻ്റെ ബന്ധത്തിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, ഇൻ്റർനാഷണൽ സ്റ്റേഡിയം കർണാടകയിൽ തുടങ്ങിയപ്പോൾ പലരും ഇത്രയും വലിയ സ്റ്റേഡിയം എന്തിനാണ്, ഇതൊരു വേസ്റ്റ് അല്ലേ? പക്ഷേ ഇന്ന് ആ സ്റ്റേഡിയം
കേരളത്തിൻ്റെ സ്പോർട്സ് രംഗത്ത് വലിയ സംഭാവനയാണ്. അതുപോലെ നെടുമ്പാശ്ശേരി എയർപോർട്ട് അത് തുടങ്ങിയ സന്ദർഭത്തിൽ പലരും ചോദിച്ചു, നേവൽ ബേസിലെ ചെറിയ പോർട്ട് പോലെ ഇത്രയും വലിയ എയർപോർട്ടിൻ്റെ കാര്യമുണ്ടോ, ഇത്രയും വലിയ ചിലവ് ഒഴിക്കാൻ പറ്റുമോ? പക്ഷേ ഇന്ന് ആ എയർപോർട്ട് വളർന്ന് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ലാഭകരമായി മാറിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് കൊച്ചിൻ മെട്രോ എന്ന് പറയുന്നത് കൊച്ചിൻ കോർപ്പറേഷനുള്ളിൽ ഒതുങ്ങുന്ന ഒരു മെട്രോ സംവിധാനമല്ല വിഭാവന ചെയ്തിരിക്കുന്നത്. നമ്മൾ തൊടുപുഴ മുതൽ അങ്കമാലി വരെ ചേർത്തല വരെയുള്ള ഒരു വലിയ പ്രദേശം, ഗ്രേറ്റർ കൊച്ചിൻ എന്ന് പറയുന്ന വലിയ പ്രദേശത്തിൻ്റെ സമഗ്രമായ വികസനത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കൊച്ചിൻ മെട്രോ എന്ന് പറഞ്ഞ് വെറും ട്രെയിൻ സർവീസ് അല്ല. അതിനകത്ത് ട്രെയിൻ സർവീസുണ്ട്, ബസ് സർവീസുണ്ട്, വാട്ടർ മെട്രോ ഉണ്ട്. ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത ഒരു സർവീസിൻ്റെ ഒരു തുടക്കം. ഇതിനെക്കുറിച്ചെല്ലാം നമുക്കറിയാം. ഒരു മെട്രോ സർവീസ് കൊണ്ട് മാത്രം ലാഭകരമാകുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ല. അതിനോട് അനുബന്ധമായുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, സ്ഥലങ്ങളുടെ വികസനം, വ്യവസായ സ്ഥാപനങ്ങളുടെ മെച്ചപ്പെടുത്തൽ, യാത്രാ സൗകര്യം കൂടുന്നതോട് കൂടുതൽ വ്യവസായ സ്ഥാപനങ്ങൾ. ഇപ്പോൾ കൊച്ചിയെ സംബന്ധിച്ച് ഞാനിന്ന് ഓർക്കുന്നുണ്ട്, എൻ്റെ കല്യാണം നടക്കുമ്പോൾ അന്ന് എറണാകുളത്തുള്ള ഏറ്റവും വലിയത് ബ്രോഡ്വേ ആണ്. ഇന്ന് ആ ബ്രോഡ്വേ മാറി പിന്നെ MG റോഡായി. MG റോഡ് മാറി ഇപ്പോൾ കാക്കനാട്ടേക്ക് പോയി. വളരെ വേഗത്തിലായി ഈ നഗരം വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വളർച്ച നമുക്ക് ഉൾക്കൊള്ളാൻ കണ്ടൊരു വലിയ വികസന പദ്ധതി. ഇത് ചുമ്മാ ഒരു ദിവസം ഉണ്ടാക്കിയൊരു പദ്ധതിയല്ല. വളരെ നാളുകൾ ചർച്ച ചെയ്തതിന് ശേഷം ഈ സമഗ്രമായ പദ്ധതി. നാളെ ഈ കൊച്ചി എന്ന് പറയുന്നത് വെറും കൊച്ചിൻ കോർപ്പറേഷനല്ല, ഈ എറണാകുളം ജില്ലയുടെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ വികസനം. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തുടക്കം. ആ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം ശ്രീധരൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, ഇത് പൂർത്തീകരിച്ച് ആദ്യത്തെ ഘട്ടം പൂർത്തീകരിച്ച് ആലുവ മുതൽ തിരുപ്പുറത്ത് വരുമ്പോൾ നമ്മൾ ബ്രേക്ക് ഈവൻ മാത്രമല്ല അല്പം ലാഭം ഉണ്ടാകും എന്ന കണക്കാണ് ഇന്നും ശ്രീധരൻ പറഞ്ഞത്. മറ്റ് മേഖലകളിലേക്ക് പോകണം, തൃക്കാക്കരയ്ക്ക് പോകണം, പശ്ചിമ കൊച്ചിയിലേക്ക് പോകണം, ഞാറക്കിലേക്ക് പോകണം, പറവൂർക്ക് പോകണം. അതൊക്കെ വരുമ്പോൾ ഇതിന് വലിയ വ്യത്യാസം വരും. മാത്രമല്ല മെട്രോ വരുന്നതോടെ ആ പ്രദേശങ്ങളൊക്കെ വികസിക്കും. അപ്പോൾ അതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ലാഭകരമായ ഭാഗമായിട്ടല്ലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. നിരാശയോടുകൂടി ഭയപ്പെട്ടുകൊണ്ട് ഒരു പ്രോജക്റ്റിലേക്ക് ആയിരിക്കും പോകാൻ കഴിയില്ല. നമ്മളത് കാഴ്ചപ്പാടുണ്ട്, ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, നമുക്കത് ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. നാളത്തെ വികസനത്തിൽ DMRC വേണ്ട. നമുക്ക് ഡൽഹി മെട്രോ ഇല്ലാതെ KMRL തന്നെ ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള സാങ്കേതിക വിദ്യ വളർത്തിയെടുക്കാനും കഴിവുള്ള വിദഗ്ധന്മാരെ വളർത്തിയെടുക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. താങ്കൾ നേരത്തെ പറയുമ്പോൾ അക്കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യം, ഈ KMRL എന്ന കമ്പനിയുടെ അത്ര വലിയൊരു പുതിയ ഒരു സംഘത്തിൻ്റെ നമ്മുടെ ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ തരത്തിലുള്ള ശേഷിയുടെ കൂട്ടത്തിൻ്റെ ഒരു ഉണർവിന് കൂടെ ഇത്തരമൊരു കാര്യം ഈ കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ടുള്ള ഈ കാര്യങ്ങൾ അതിന് കാരണമായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് DMRC ഉണ്ടാവുകയില്ല. ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് KMRL ആയിരിക്കും. വലിയ DMRCയിൽ നിന്ന് തന്നെയും നേരത്തെ പ്രവർത്തന പരിചയമുള്ള ആളുകൾ അടക്കമുള്ള ഒരു വലിയ സംഘം അക്കൂട്ടത്തിലുണ്ടായിട്ടുണ്ട്. ഏത് നിലക്ക് കേരളത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള ഇത്തരം വികസന കാര്യങ്ങൾക്ക് ഈ KMRL എന്ന കമ്പനിയുടെ സാന്നിധ്യം ഗുണം ചെയ്യും? അത് ഈ കൊച്ചിയിലെയും നഗരങ്ങളിലെയും കാര്യങ്ങൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റു നഗരങ്ങളിലേക്ക് വികസിക്കുക, ഈ കേരളത്തിൻ്റെ ആകെ തന്നെ ഇത്തരം ഗതാഗത സൗകര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ എത്രക്ക് പോസിറ്റീവായിട്ട് ഇടപെടാൻ ഈ സംഘത്തിന് കഴിയും? നമ്മൾ ആദ്യം കൊച്ചിൻ മെട്രോയെക്കുറിച്ച് ആലോചിച്ച സന്ദർഭത്തിൽ DMRC കടന്നു വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ 2009-2010 കാലഘട്ടങ്ങളിൽ DMRCയുടെ സേവനം വിട്ടുതരാൻ അന്നത്തെ ഡൽഹി മുഖ്യമന്ത്രിയും അതുപോലെ അന്നത്തെ അർബൻ ഡെവലപ്മെൻറ്റ് മിനിസ്റ്ററും തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് 2011 KMRL നമ്മൾ തുടങ്ങി വെക്കുകയും ചെയ്തത്. ഇവരില്ലെങ്കിൽ നമ്മൾ നടപ്പിലാക്കും, നമ്മൾ പിന്നെ എയർപോർട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ട് പോലെ നടപ്പിലാക്കും എന്ന ധാരണ തുടങ്ങിയത്. പക്ഷെ പിന്നീട് DMRC വന്നു. നമുക്കിപ്പോൾ എല്ലാ ടെക്നോളജിയും കിട്ടിക്കഴിഞ്ഞു. നമുക്കിനി DMRCയുടെ സേവനം വേണ്ടെന്ന് മാത്രമല്ല, DMRCയേക്കാൾ മെച്ചപ്പെട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കാൻ കഴിയും. കേരളത്തിലെ എല്ലാ ലൈറ്റ് മെട്രോയ്ക്കും നേതൃത്വം കൊടുക്കാൻ KMRLന് കഴിയും. കേരളത്തിന് പുറത്ത് കൺസൾട്ടൻസി കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മളതിൻ്റെ ആ സ്റ്റേഷനൊക്കെ ഒന്ന് കാണേണ്ടതാണ്. അതിൻ്റെ സെൻട്രൽ കൺട്രോളിങ് സെക്ടർ ആധുനികമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് മൊത്തം മെട്രോ ഓപ്പറേഷൻസ് നിയന്ത്രിക്കാൻ കഴിയും. മാത്രമല്ല നമ്മുടെ പെൺകുട്ടികളാണ് ഈ ഇപ്പോൾ താൽക്കാലികമായിട്ട് പൈലറ്റായിട്ട് ഓടിക്കുന്നു, ഇനി പൈലറ്റ്ലെസ് ആയിട്ട് പോകുന്നു. നമ്മുടെ അനുഭവ സമ്പത്തുണ്ട്. നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ഒരടി താത്തിയാൽ വെള്ളം വരുന്ന കൊച്ചിയാണ്. അത്രയുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും നമ്മൾ ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് നമ്മുടേതായ മാത്രം മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. നാളെ DMRCയോ മറ്റൊന്നും നമുക്ക് വേണ്ട, KMRLന് തന്നെ, കൊച്ചിൻ മെട്രോ റെയിൽവേ ലിമിറ്റഡിന് തന്നെ നമ്മൾക്ക് ഭാവിയിൽ കേരളത്തിലെ എല്ലാ വികസന പ്രവർത്തനങ്ങൾ സമാനമായ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ കഴിയും എന്നുള്ളൊരു ധൈര്യം കൂടി ഇപ്പോൾ നമുക്കുണ്ട്.
ശ്രീ ടി സി രാജേഷ് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊരു തോന്നലാണ് സാധാരണഗതിയിൽ മലയാളിക്ക് നേരത്തെ ഉണ്ടാകാറുള്ളത്. ഇപ്പോൾ ഈ കൊച്ചി മെട്രോ അതിൻ്റെ പരിമിതികൾക്കകത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന 13 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിൻ്റെ ആധുനികമായിട്ടുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള മറ്റു രാജ്യങ്ങളോട് കിടപിടിക്കുന്ന സാങ്കേതിക സംവിധാനമൊക്കെ ഉള്ള ഈ സംഗതി വന്നതുകൊണ്ടുള്ള ചില പ്രതീക്ഷകളുടെ ഉയർച്ച കൂടെയുണ്ട്. ഇന്നത്തെ തന്നെ പത്രങ്ങളിൽ അതുണ്ട്. അതിവേഗ റെയിൽപാതയെക്കുറിച്ച് പഠിക്കാൻ, അതായത് കേരളത്തെ മുഴുവൻ ഓടിയെത്തുന്ന അതിവേഗ റെയിൽപാതയെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാക്കിയ ഈ DMRCയുടെ ഒരു കരട് റിപ്പോർട്ട് പഠിക്കാൻ ഒരു സ്വകാര്യ കമ്പനിയെ സർക്കാർ ചുമതലപ്പെടുത്തിയെന്ന വാർത്ത ഇന്നത്തെ മാധ്യമങ്ങളിൽ തന്നെ ഉണ്ട്. അത് ഒരു ഹരിയാന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന രാജ്യാന്തര കമ്പനിയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. വലിയ വലിയ സ്വപ്നങ്ങളാണ് അത് സംബന്ധിച്ച് ആ വാർത്ത നൽകുന്നത്, പ്രത്യേകിച്ച് കേരളം മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം. അതായത് 20 മിനിറ്റ് കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തെത്താം, 45 മിനിറ്റ് കൊണ്ട് കൊച്ചിയിലെത്താം, 90 മിനിറ്റ് കൊണ്ട് കോഴിക്കോടെത്താം, 2 മണിക്കൂർ കൊണ്ട് കണ്ണൂരെത്താം. തിരുവനന്തപുരത്ത് നിന്ന് 2 മണിക്കൂർ കൊണ്ട് കണ്ണൂരെത്താവുന്ന ഒരു അതിവേഗ റെയിൽപാതയെക്കുറിച്ച് ആലോചിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു എന്ന വാർത്ത കൂടെ ഈ നാളെ മെട്രോ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന വാർത്തയോട് ചേർത്ത് വെച്ച് കാണുന്ന ഒരു സഞ്ചാരിയായ, അയാളുടെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കേണ്ടി വരുന്ന ഒരു മലയാളിക്ക് വളരെ സന്തോഷവും ശുഭകരമായിട്ടുള്ള ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയുമാണ് ഉണ്ടാവുക. ഇതൊക്കെ നടക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ പേപ്പറിലും കടലാസിലും കാണുന്ന പോലെ, ഏട്ടിൽ കാണുന്ന പോലെ പ്രവർത്തിക്കുന്ന സംവിധാനമായി വരും, ഗുണപരമായിട്ട് വരും എന്ന് ശുഭപ്രതീക്ഷ വെക്കാനാകുമോ? സനീഷ്, സ്വപ്നം കാണാൻ എല്ലാ ആളുകൾക്കും അവകാശമുണ്ട്. ഒരു സ്വപ്നമായിരുന്നു മെട്രോ, അത് സഫലമായി എന്ന് കരുതി എല്ലാ സ്വപ്നങ്ങളും സഫലമാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് കരുതി സഫലമാകാതിരിക്കണമെന്നുമില്ല. ഞാൻ ചോദിച്ചോട്ടെ, എത്ര കാലമായി നമ്മൾ നമ്മുടെ ദേശീയപാത വീതി കൂട്ടാനുള്ള ചർച്ചകൾ തുടങ്ങിയിട്ട് ഇതുവരെ നമുക്കതിന് സാധിച്ചോ? കാരണം ദേശീയപാത അതോറിറ്റി പറയുന്നതനുസരിച്ച് 60 മീറ്റർ വീതിയിൽ വേണം കേരളത്തിൽ ദേശീയപാത പണിയാൻ. ഒട്ടേറെ ദേശീയപാതകൾ കേരളത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 ദേശീയപാതകളുടെ കാര്യമാണ് ഇപ്പോൾ പരിഗണനയിൽ വന്നത്. ഒടുവിൽ 60 കിലോമീറ്റർ പറ്റില്ല, പലതരത്തിൽ പല ഭാഗത്തു നിന്ന് എതിർപ്പ് വന്നു. അത് 30 കിലോമീറ്ററിലേക്ക് നേർപകുതിയാക്കി ചുരുക്കണമെന്ന് പറഞ്ഞു. ഒടുവിൽ വീണ്ടും പലതരത്തിലുള്ള ചർച്ചകൾ, സംവാദങ്ങളൊക്കെ നടന്നിട്ട് നമ്മൾ 45 മീറ്റർ എന്ന് പറയുന്ന ഒരു ഒത്തുതീർപ്പിലെത്തി. എന്നിട്ട് എന്ത് സംഭവിച്ചു? കഴക്കൂട്ടം തൊട്ട് ചേർത്തല വരെയുള്ള റോഡിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഇന്ന് സഞ്ചരിക്കുന്ന ആളുകൾക്കറിയാം. നമുക്ക് ശരിക്കും നമ്മുടെ നാട്ടിൽ ഒരു 4 വരി പാത നന്നായി പണിതാൽ, ഈ ദേശീയപാത അതോറിറ്റി മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ചെയ്തിരിക്കുന്നത് പോലെ ഒരു ദേശീയപാത പണിതാൽ കുറച്ചൊക്കെ നമ്മുടെ ഈ ഒരു യാത്രാക്ലേശം പരിഹരിക്കാൻ കഴിയും. ഇന്നിപ്പോൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം വരെ രാത്രിയിൽ വലിയ തിരക്കില്ലാത്ത സമയത്ത് ഒരു 6-7 മണിക്കൂർ കൊണ്ടൊക്കെ കുറഞ്ഞ നമുക്ക് യാത്ര ചെയ്തെത്താൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. റോഡിന് വീതി കൂടുകയും അതുപോലുള്ള സൗകര്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്താൽ ബസ് യാത്രയിലും ഇത് നമുക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് വസ്തുത. ഇപ്പോൾ ബുള്ളറ്റ് ട്രെയിൻ പോലുള്ള എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ കൊണ്ടുവന്ന് ഈ പറഞ്ഞതുപോലെ 2 മണിക്കൂർ കൊണ്ട് കണ്ണൂരിൽ എത്താം എന്നൊക്കെ നമുക്ക് സ്വപ്നം കാണാനേ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇതിന് സ്ഥലമെടുപ്പ് വെറുതെ ഒന്നും പോരാ, ഇതിന് ശരിക്കും വീതി കൂട്ടണം, ഒട്ടേറെ ട്രാക്കുകൾ വേണ്ടി വരും, അതിനൊക്കെ സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടും. കൊച്ചിയിൽ മെട്രോയ്ക്ക് സ്ഥലമെടുപ്പ് വളരെ പെട്ടെന്ന് നടന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ കൊച്ചിയിലെ ആളുകളെ പോലെ അല്ല നമ്മൾ നഗരത്തിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന കേരളത്തിലെ പല പദ്ധതികളും. ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ പ്രശ്നം തന്നെ എടുത്തു നോക്കൂ, എത്ര കാലമായി ചർച്ച നടക്കുന്നു, ഇതുവരെ നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്ന് പറഞ്ഞതുപോലെയാണ് ഈ NH ഗെയിൽ പൈപ്പ് ലൈൻ്റെ ഒക്കെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഗതാഗത പ്രശ്നങ്ങളിലൊക്കെ തന്നെ ഇപ്പം ശ്രീ തോമസ് മാഷ് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, തൊടുപുഴ തൊട്ട് അങ്ങോട്ട് ഉള്ള ആളുകളെ കൊച്ചിയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യം ഇതിനുണ്ട് എന്ന് പറയുന്നു. പക്ഷേ കൊച്ചി വരെയൊന്നും മെട്രോ പണിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊച്ചി തൊടുപുഴ വരെ വരണമെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇത് കണക്ടിവിറ്റിയുടെ പ്രശ്നമുണ്ട്. ഈ കണക്ടിവിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ബസ് വേണോ, സ്വന്തം വണ്ടി വേണോ, അത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ. കൊച്ചിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചിക്ക് പോകാൻ ജലഗതാഗത മാർഗത്തെ സ്വീകരിക്കണം, അതോ ബസ്സിൽ തന്നെ കയറിയാൽ മതിയോ, അല്ലെങ്കിൽ യൂബർ പോലുള്ള ടാക്സി വിളിക്കണോ, ഓട്ടോ വിളിക്കണോ, ഇത്തരത്തിലുള്ള ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മെട്രോ ട്രെയിനിൽ കയറാതെ തന്നെ അവർക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ ഒരു ടാക്സി കൊണ്ട് പറ്റുമെങ്കിൽ അവർ അതിലേക്കേ പോവുകയുള്ളൂ. ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ആളുകൾ വാഹനം പൂൾ ചെയ്യാൻ പഠിച്ചിട്ടില്ല. ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒന്നിലേറെ ആൾക്കാർ ഒരേ ദിക്കിൽ നിന്ന് ഓഫീസിലേക്ക് വരികയാണെങ്കിൽ പോലും ഓരോരുത്തരും അവരവരുടെ കാറുകളിൽ വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ചിലപ്പോൾ ഔദ്യോഗിക കാറുകളാണെങ്കിൽ പോലും ഇവർക്ക് 2-3 പേരുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോരോ കാറുകളായിരിക്കും. ഒരു വാഹനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് വരിക, അത് ഒന്നുകിൽ അവരുടെ ഈഗോ ആയിരിക്കാം വർക്കാവുന്ന. അത്തരത്തിലുള്ള ഈഗോ ഉള്ള ആളുകളെ സംബന്ധിച്ച് അവർ ഈ വാഹനം, സ്വന്തം വാഹനം ഉപേക്ഷിച്ച് മെട്രോയിൽ കയറി യാത്ര ചെയ്യുമോ എന്നൊക്കെയുള്ളതാണ് നമ്മളിപ്പോൾ ചോദിക്കേണ്ട ചോദ്യം. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, അങ്ങനെ നിരവധിയായിട്ടുള്ള, അതായത് യാത്ര ചെയ്യുന്ന മലയാളിയുടെ മാനസിക നിലയിലടക്കം അല്ലെങ്കിൽ മനോഭാവത്തിലടക്കം മാറ്റം വരിക എന്നത് കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കേണ്ടതാണ്. പക്ഷേ അതേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളിപ്പോൾ കൊച്ചി മെട്രോയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു,
ഏതാണ്ട് മണിക്കൂർ കണക്കിന് ഇതേപ്പറ്റിയുള്ള ചർച്ചകളും വാർത്തകളും ഒക്കെ നൽകുന്നു. സന്തോഷമാണ് മൊത്തമെങ്ങും ഈ ദിവസങ്ങളിൽ. നാളെ വരെയും അത് തുടരുകയും ചെയ്യും. പക്ഷേ കൊച്ചി നഗരം എന്ന ചെറിയ ചുരുങ്ങിയ സ്ഥലത്തെ 13 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇത് കവർ ചെയ്യുന്നത്. ഇത് വളരെ ദൂരെ നിന്ന് കാണുന്ന ഈ വാർത്തയെക്കുറിച്ച് കാണുന്ന നമ്മുടെ നാട്ടിലെ മറ്റുള്ളിടങ്ങളിലെല്ലാം ഈ യാത്രാ സൗകര്യം ഇങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ, കുറെ കൂടെ ഗുണകരമായ രീതിയിൽ കിട്ടിയിരുന്നെങ്കിൽ നന്നായേനെ എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാകും. പക്ഷേ അവിടെ ശ്രീ ടി സി രാജേഷ് ചൂണ്ടിക്കാണിച്ചപ്പോഴുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമുക്ക് മുന്നിലുണ്ട്. സ്ഥലമേറ്റെടുപ്പ്, ഇതുപോലുള്ള സൗകര്യങ്ങൾ കൊണ്ടുവരൽ, യാത്ര. ഇവിടെ 20 മിനിറ്റ് കൊണ്ട് ഈ പറയുന്ന നഗരം മുഴുവൻ കവർ ചെയ്യുമെങ്കിൽ കുറെ കൂടെ അടുത്ത ഗ്രാമപ്രദേശങ്ങൾ തമ്മിൽ എത്തിച്ചേരാൻ ഒരുപാട് സമയമെടുക്കുന്ന സാഹചര്യങ്ങൾ ഇപ്പോഴുമുണ്ട്. അതൊക്കെ വലിയ പ്രശ്നങ്ങളല്ല എന്ന് വിചാരിച്ച് തള്ളിക്കളയാമെങ്കിൽ തന്നെയും സംസ്ഥാനത്താകെ തന്നെയും ഗതാഗത സൗകര്യങ്ങളുടെ ആധുനികവൽക്കരണത്തിൽ, കുറെ കൂടെ മുന്നോട്ട് പോക്കിൽ, വേഗത കൂട്ടുന്ന കാര്യത്തിൽ വലിയ ഒരു ഊർജം നൽകാൻ ഈ കൊച്ചി മെട്രോ എന്ന സംവിധാനത്തിൻ്റെ വരവും അതോടനുബന്ധിച്ചുള്ള ചർച്ചകളും ഭരണ കക്ഷികളുടെയും അധികൃതരുടെയും ഭാഗത്തു നിന്നുള്ള ചർച്ചകൾക്കും അവരുടെ മനോഭാവ മാറ്റത്തിനുമൊക്കെ അത്തരം കാര്യങ്ങൾക്ക് കൂടെ ഗുണപ്രദമായ ഇടപെടൽ നടത്താൻ സാധിക്കുമോ? 2 പോയിന്റാണ് എനിക്കിതിൽ പറയാൻ തോന്നുന്നത്. ഒന്ന്, സനീഷ് നേരത്തെ ചോദിച്ച വളരെ ഗൗരവമുള്ള ഒരു ചോദ്യം. നമുക്ക് കൊച്ചി മെട്രോ പോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ കേരളത്തിന്റെ മൊത്തം ഗതാഗതത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടുന്ന പണത്തിന്റെ എത്ര ശതമാനമാണ് കൊച്ചിയിൽ നമ്മൾ ഇതിന് മുതലിറക്കിയിരിക്കുന്നത്? അത് കൂടുതലാണോ കുറവാണോ? ആനുപാതികമായി നോക്കിയാൽ കൊച്ചി മെട്രോ പോലെ നമുക്ക് കോഴിക്കോടും തിരുവനന്തപുരവും അല്ലെങ്കിൽ അത്തരം മറ്റു നഗരങ്ങളിലേക്ക് പറിച്ചു നടാൻ തക്കവണ്ണം നമ്മുടെ സംസ്ഥാന ഖജനാവ് അത്രമേൽ സുശക്തമാണോ എന്ന് നോക്കിയാൽ അല്ല. നമ്മൾ ക്രമാതീതമായ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇപ്പോൾ കൊച്ചി മെട്രോയിൽ നടത്തിയിരിക്കുന്നത്. ഇനി ഇതിന്റെ വസ്തുതകൾ പരിശോധിച്ചാൽ ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഒച്ചയും ബഹളവും അല്ലാതെ ഞാൻ കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് നടത്തിയ ഫീസിബിലിറ്റി സ്റ്റഡിയുടെ കണക്കുകൾ വെച്ച് നടത്തിയ ഒരു ചർച്ചയിൽ പോലും പങ്കെടുത്തിട്ടില്ല എന്ന് വളരെ ഖേദപൂർവ്വം പറയട്ടെ സനീഷ്. കാരണം ഏത് ചാനൽ ചർച്ചയായാലും അല്ലെങ്കിൽ നമ്മൾ വരുന്ന പത്രമാധ്യമങ്ങളിൽ വരുന്ന ചർച്ചയായാലും ഇതിന്റെ ഒരു നഗരം വളരുമ്പോൾ എവിടുന്നൊക്കെയാണ് ഇൻഫ്ലോ ഉണ്ടാവുന്നത് ആ നഗരത്തിലേക്ക്, ഏതൊക്കെ പ്രദേശങ്ങളിൽ നിന്നാണ് കൂടുതൽ ആളുകൾ വരിക, ഏതാണ് ഡിമാൻഡ് കൂട്ടുന്ന പ്രദേശങ്ങൾ, അവിടെ എങ്ങനെയാണ് ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്, അത് എങ്ങനെ റീപ്ലേസ് ചെയ്യാം. ഇത്ര ശക്തമായ ഒരു പഠനത്തിന് ശേഷം നേരത്തെ കേന്ദ്ര ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞതുപോലെ റോഡ്, റെയിൽ, ജലം, ഇങ്ങനെ 3 ഗതാഗത സംവിധാനങ്ങളും കൂടി ഒപ്പം എയർപോർട്ടും കണക്ട് ചെയ്യുന്ന ഒരു മൾട്ടി കണക്ടിവിറ്റി ആയിട്ടുള്ള ഒരു സംവിധാനം മാത്രമേ ഇനി മെട്രോ സ്റ്റേഷനുകളിൽ പറ്റുള്ളൂ. അങ്ങനെ കൊച്ചി മാറാൻ തയ്യാറല്ലെങ്കിൽ നമ്മളുടെ ഈ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയ തലമുറയുടെ ഒരു മോഡൽ കാർ വാങ്ങിച്ച് ഉണ്ടായ നഷ്ടം എന്ന് മാത്രമേ കണക്കാക്കാൻ പറ്റുള്ളൂ. ഇനി ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊച്ചി മെട്രോ ലാഭകരമാക്കണമെങ്കിൽ അതിനനുസരിച്ച് പ്ലാനിംഗ് നടത്തേണ്ടതുണ്ട്. ഞാൻ വിചാരിക്കുന്നു 2 വർഷം പരമാവധി 3 വർഷത്തിനകം കൊച്ചി നഗരത്തിനകത്തേക്ക് വരുന്ന പ്രൈവറ്റ് കാറുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു നിയമം നിയമസഭയ്ക്ക് പാസ്സാക്കേണ്ടി വരും. അല്ലെങ്കിൽ കൊച്ചി മെട്രോ ലാഭകരമാവുകയില്ല എന്ന് മാത്രമല്ല അത് വിചാരിക്കുന്ന രീതിയിൽ ഗുണം ചെയ്യില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും മെട്രോ സ്റ്റേഷനുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്ടിവിറ്റി ആവശ്യമാണ്. അത് സൈക്കിളാകാം, ചെറിയ ഓട്ടോറിക്ഷകളാകാം, ഊബർ പോലുള്ള ടാക്സികളാവാം. ഇത്തരത്തിലുള്ള കണക്ടിവിറ്റി നമ്മൾ ഈ ഓരോ മിനിറ്റ് ഇടവിട്ട് ഇത്തരം സ്റ്റേഷനുകളെ കണക്ട് ചെയ്യുന്ന ഡൽഹിയിലെ പോലെയുള്ള ലോ ഫ്ലോർ ബസ്സുകളാകാം. ഇതെല്ലാം നമ്മളെ ആലോചനയിൽ വരേണ്ടതാണ്. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ ആളുകൾക്ക് അല്പം നിയന്ത്രണം വന്നാൽ ഉടനെ സർക്കാരിനെ ചീത്ത വിളിക്കുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത്. ഒരു പുതിയ ഇപ്പൊ ഞാൻ യൂറോപ്പിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടെ എല്ലാവരും വളരെ ഈസി ആയിട്ടാണ് ഇത്, അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അവരുടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. നമ്മുടെ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ കൊച്ചിയിലെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഒരു സംസ്കാരമായി വളർത്തിയെടുക്കാൻ കൊച്ചി മെട്രോയ്ക്ക് കഴിയുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ അതിൽ ഏലിയാസ് ജോർജിനെ പോലെയുള്ള MDയുടെ അദ്ദേഹത്തിന്റെ ശ്രമം ഞാൻ വളരെ 3-4 മീറ്റിംഗുകളിൽ ഞാൻ പങ്കെടുത്തതിലെല്ലാം അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, രാവിലെ ആലുവയിൽ നിന്ന് കയറുന്ന ഒരാൾക്ക് വീട്ടിൽ നിന്ന് തുണിയുമായി കയറിയാൽ ഇന്ന മെട്രോ സ്റ്റേഷനിൽ തുണി രാവിലെ കൊടുത്തിട്ട് പോയാൽ വൈകുന്നേരം തിരിച്ച് അദ്ദേഹം ജോലി കഴിഞ്ഞ് വരുമ്പോൾ തേച്ച് കിട്ടും. അതുപോലെ പച്ചക്കറി അരിഞ്ഞ് കൊടുക്കുന്ന സംവിധാനങ്ങൾ ഇതുമായി കണക്ട് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ കൂടി സഹായിക്കുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ വ്യവസായ യൂണിറ്റുകൾ കൂടി ഇതിന്റെ കൂടെ തുടങ്ങി അങ്ങനെ ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റമായിട്ട് വളർത്തിയാൽ മാത്രമേ കൊച്ചി മെട്രോ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോവുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇത് റിപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇതൊരു സംസ്കാരമായി വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയാണെങ്കിൽ തോമസ് മാഷ് പറഞ്ഞ പോലെ നടക്കും. പിന്നെ കൊച്ചി മെട്രോ എന്തുകൊണ്ട് ഇത്ര വിജയമായി? ഫൈനാൻഷ്യൽ ഫ്രീഡം ആയിരുന്നു അതിന്റെ വിജയം. 30 മീറ്റർ ദേശീയപാതയിൽ നമുക്ക് ഉള്ള റോഡ് പണിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? ആളുകൾക്ക് മാന്യമായ നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയുന്നില്ല. ഗെയിൽ പൈപ്പ് ലൈനിന്റെ ഗെയിനും ഒക്കെ ഇത് തന്നെയാണ്. പക്ഷെ കൊച്ചി മെട്രോയുടെ കാര്യത്തിൽ പണം പ്രശ്നമായിരുന്നില്ല. അതുകൊണ്ടാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം കൊടുത്തതുകൊണ്ടാണ് ശ്രമകരമായി ലാൻഡ് അക്വിസിഷൻ പൂർത്തിയാക്കാനും കൊച്ചി മെട്രോ നടത്താനും കഴിഞ്ഞത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക് ഹരീഷ്. ശ്രീ KV തോമസ്,
215 കോടി രൂപ 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ എന്ന കണക്കിലാണ് അവിടെ ചെലവാക്കിയിട്ടുള്ളത് എന്ന് കാണുന്ന ഒരു കണക്ക്. 215 കോടി രൂപയാണ് അത്രേ 1 കിലോമീറ്ററിന് ചെലവാക്കുന്ന കണക്കെടുത്താൽ നമുക്ക് കിട്ടുന്ന തുക. നോക്കൂ, അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ പറഞ്ഞു നിർത്തിയിടത്ത് നേരത്തെ TC രാജേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിൽ ഗതാഗത പ്രശ്നങ്ങളുണ്ട്, നമുക്ക് റോഡ് സൗകര്യങ്ങൾ വർദ്ധിക്കേണ്ടതുണ്ട്, കേരളം മുഴുവൻ. അതിന് പക്ഷേ പല വിധത്തിലുള്ള കടമ്പകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്ഥലം ഏറ്റെടുക്കുക എന്നതാണ്. ഈ കൊച്ചി മെട്രോയിൽ കാണിച്ചതുപോലെയൊക്കെയുള്ള അല്ലെങ്കിൽ അതിനുവേണ്ടി എടുത്തതുപോലുള്ള ഈ ഫിനാൻഷ്യൽ ഫ്രീഡം പോലുള്ള സംഗതികൾ, സാമ്പത്തികമായിട്ട് തടസ്സങ്ങളില്ലാത്ത അവസ്ഥ, സ്ഥലം വിട്ടുകൊടുക്കുന്ന ആളുകൾക്ക് അതിനുള്ള തത്തുല്യമായിട്ടുള്ള നഷ്ടപരിഹാരം ലഭിക്കുന്ന പോലുള്ള കാര്യങ്ങൾ, അതിലേക്കൊക്കെ പോവുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഈ കൊച്ചി മെട്രോ എന്ന ആധുനികമായിട്ടുള്ള ഗതാഗത സൗകര്യ സംവിധാനം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത റിസ്ക് മറ്റുള്ളിടങ്ങളിലെ കാര്യങ്ങളിലെ കൂടെ അതിൻ്റെ 1% കുറഞ്ഞാണെങ്കിലും എടുത്താൽ ആ ഗുണമുണ്ടാകും. കേരളം മുഴുവനാകെ തന്നെയും പരസ്പരം കണക്ട് ചെയ്യുന്ന കാര്യത്തിൽ കുറെ കൂടെ വേഗത്തിലെത്തുന്ന കാര്യത്തിൽ കുറെ കൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടെ ഊർജ്ജം നൽകുമോ കൊച്ചി മെട്രോയുടെ ഈ വിജയം? നമ്മൾ വലിയ സ്വപ്നങ്ങൾ കണ്ടാലേ ചെറിയ കാര്യങ്ങളിൽ തീർക്കാൻ പറ്റുള്ളൂ. ഒരു സ്വപ്നവും കണ്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മുമ്പിൽ വിജയപ്രദമായ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് കേരളത്തിൽ. ഇപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടുമായി ശ്രീ കരുണാകരൻ 91 വരുമ്പോൾ ഒരു പൈസയുടെ സഹായം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. നമ്മുടെ കയ്യിൽ 10 പൈസയില്ല, ആരും സഹായിക്കാനില്ല. പക്ഷേ ധൈര്യമായി മുന്നോട്ട് പോയി നമ്മുടെ മലയാളികൾ സഹായിച്ചു. ഇന്ന് ഇന്ത്യയിലെ മാതൃകയായ ഒരു എയർപോർട്ടായിട്ട് കൊച്ചി മാറിയിരിക്കുക, ലാഭകരമായിട്ട് മാറിയിട്ടുണ്ട്. വല്ലാർപാടം റോഡ് സമുച്ചയം തുടങ്ങുമ്പോൾ 10 നയാ പൈസയില്ല, പക്ഷേ നമുക്ക് പൈസ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞു. അവിടെ ഭൂമി നികത്തിക്കൊണ്ട് ഞങ്ങളെ ഭൂമി നികത്തുന്ന തീരുമാനമെടുത്തപ്പോൾ ഈ പാലം പണിയുന്ന പൈസ കിട്ടുമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ പിന്നീട് ആ പാലം പണിയുന്നതിന് വേണ്ടി മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ തുക കിട്ടുകയുണ്ടായി. നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം തുടങ്ങുമ്പോൾ എവിടെ പൈസ? അപ്പം നമ്മൾ ധീരമായി മുന്നോട്ട് പോകണം. പ്രശ്നങ്ങളുണ്ടാകും, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കൊച്ചിൻ മെട്രോ എന്ന് പറയുന്നത് കൊച്ചി നഗരത്തിൽ മാത്രമുള്ളതല്ല, വെറും ട്രെയിൻ സർവീസ് അല്ല. ഇതിനെക്കുറിച്ച് ഒത്തിരി ചർച്ചകൾ നടന്നിട്ടുണ്ട്, പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതൊരു ഒരു ഇൻ്റഗ്രേറ്റഡ് എന്ന ആശയം കൊണ്ടുവന്നത്. അത് പ്രാവർത്തികമായിക്കൊണ്ട് മെട്രോയുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അതുമാത്രമല്ല, ഇത് നമുക്ക് ഈ പ്രോജക്റ്റ് വന്നപ്പോൾ മറ്റൊരു പ്രത്യേകത എന്താ, നമ്മൾ ഇത്രയും നാൾ തുടങ്ങുന്ന കാലഘട്ടത്തിൽ 2010-2012 കാലഘട്ടത്തിൽ നമ്മൾ DMRCയുടെ പുറകെ നടക്കുക ടെക്നോളജിക്ക് വേണ്ടി. ഇന്ന് ആരുടെയും പുറകെ നടക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ വരാൻ പോകുന്ന എല്ലാ ലൈറ്റ് മെട്രോ പ്രോജക്റ്റുകളും നടത്താൻ നമുക്ക് കഴിയും. നമ്മുടെ ആളുകൾ പ്രഗത്ഭരാണ്. നമുക്കൊരു സന്ദർഭം, അതുപോലെ വിജയ കുര്യൻ ഒരു നല്ലൊരു ഉദ്യോഗസ്ഥൻ്റെ നെടുമ്പാശ്ശേരി യാഥാർത്ഥ്യമാക്കിയത്. ഇപ്പോൾ ഏലിയാസ് ജോർജ് കടന്നു വന്നിരിക്കുന്നു. ഇതുപോലെ 100 വിജയ കുര്യന്മാരെയും 100 ഏലിയാസ് ജോർജ്മാരെയും സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. ഏതായാലും എൻ്റെ ഒരു വിഷയം ഇതുമായിട്ട് 2001 മുതൽ ബന്ധപ്പെട്ട ഒരാളൊന്നുമില്ല. ഇത് സ്വപ്നം കാണുന്ന കാലഘട്ടത്തിൽ ആ സ്വപ്നത്തോട് ബന്ധപ്പെട്ടിരുന്ന ആളുകൾ, അന്നും ഈ ശ്രീധരനുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന നടന്നത് എനിക്കൊരു ഉറച്ച വിശ്വാസമുണ്ട്. ഇത് വലിയൊരു മാറ്റത്തിൻ്റെ ഒരു വലിയ തുടക്കം തന്നെയാണ്. അത് കൊച്ചിയുടെ മാത്രമല്ല, കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യക്ക് പോലും നമുക്ക് നാളെ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ KMRL മാറും. അതുകൊണ്ട് തീർച്ചയായും ഇത് വിജയപ്രദമാകും എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. വളരെ നന്ദി ശ്രീ KV തോമസ് ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയതിന്. ശ്രീ TC രാജേഷ്, അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ശ്രീ മാത്യു T തോമസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. നാളെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് വരെയാണ് നമ്മുടെ സ്വപ്നം എന്നതിനെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന കാലാപരിധി. നാളേക്ക് ശേഷം അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഏത് നിലക്കാണ് യാഥാർത്ഥ്യമായിട്ട് വരിക, കാണുക എന്ന കാര്യം നമ്മൾ കാത്തിരുന്ന് തന്നെ അറിയേണ്ടതാണ്. അതൊരു പരാജയമാകുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ സ്വപ്നം കണ്ടതുപോലെ അതൊരു വലിയ വിജയമാകുമോ, മറ്റുള്ള ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഗുണപരമായ തോതിൽ ഊർജ്ജം നൽകുമോ എന്ന കാര്യങ്ങളൊക്കെ കാത്തിരുന്നാണ് കാണേണ്ടത്. നാളെ വരെയാണ് സ്വപ്നം, അതിനുശേഷം യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യം പോസിറ്റീവായിട്ടുള്ള യാഥാർത്ഥ്യമായിട്ടാണോ വരിക, നെഗറ്റീവായിട്ടുള്ള യാഥാർത്ഥ്യമായിട്ടാണോ വരിക എന്ന് കാത്തിരുന്നാണ് കാണേണ്ടത്. വളരെ നന്ദി അതിഥികൾക്ക് ഒരിക്കൽ കൂടെ.